രണ്ടാം ലോക മഹായുദ്ധത്തിൽ നാസി ജർമ്മനിയുടെ പരാജയത്തിന്റെ 81ാം വാർഷികത്തോടനുബന്ധിച്ച് വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും യുക്രൈനിൽ റഷ്യയുടെ പ്രതിരോധ മന്ത്രാലയം ഏകപക്ഷീയമായ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. എന്നാൽ വിജയദിനാഘോഷങ്ങൾ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചാൽ തിരിച്ചടിക്കുമെന്ന് അവർ ഭീഷണിപ്പെടുത്തി. ബുധനാഴ്ച പുലർച്ചെ 12 മണി മുതൽ തന്റെ രാജ്യം വെടിനിർത്തൽ ആചരിക്കുമെന്നും ആ നിമിഷം മുതൽ റഷ്യയുടെ നടപടികൾക്ക് സമാനമായി പ്രതികരിക്കുമെന്നും യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കി പറഞ്ഞു. വെടിനിർത്തലിന് അദ്ദേഹം അവസാന തീയതി നിശ്ചയിച്ചിട്ടില്ല. യുക്രൈൻ ആക്രമണ സാധ്യതയെക്കുറിച്ച് ആശങ്കകൾ കാരണം മോസ്കോയിലെ റെഡ് സ്ക്വയറിൽ പരമ്പരാഗത സൈനിക പരേഡോടെ റഷ്യ തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട മതേതര അവധി ആഘോഷിക്കാൻ തയ്യാറെടുക്കുന്നതിനിടെയാണ് തിങ്കളാഴ്ച പ്രഖ്യാപനങ്ങൾ വരുന്നത്. 4 വർഷത്തിലേറെ പഴക്കമുള്ള അധിനിവേശത്തെ ചെറുക്കുന്നതിനായി യുക്രൈൻ റഷ്യയുടെ ഉള്ളിൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിവരികയാണ്. ഓർത്തഡോക്സ് ഈസ്റ്ററിനോടനുബന്ധിച്ച് നടന്ന വെടിനിർത്തൽ ശ്രമങ്ങളുടെ ഒരു പരിചിതമായ മാതൃകയാണ് അവരും പിന്തുടരുന്നത്. എന്നാൽ ആ ശ്രമങ്ങൾക്ക് കാര്യമായ സ്വാധീനമൊന്നും ഉണ്ടായില്ല. ശനിയാഴ്ചത്തെ ആഘോഷങ്ങൾ തടസ്സപ്പെടുത്താൻ യുക്രൈൻ ശ്രമിച്ചാൽ റഷ്യ കൈവിന്റെ മധ്യഭാഗത്ത് വൻ മിസൈൽ ആക്രമണം നടത്തുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിരുന്നു. ഉടൻ നഗരം വിട്ടുപോകേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് അവിടുത്തെ സാധാരണ ജനങ്ങൾക്കും വിദേശ നയതന്ത്ര ദൌത്യങ്ങളിലെ ജീവനക്കാർക്കും മുന്നറിയിപ്പ് നൽകി. കീവ് ഒരു വെടിനിർത്തൽ അഭ്യർത്ഥനയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല എങ്കിലും ബുധനാഴ്ച അർദ്ധരാത്രി വരെ ശേഷിക്കുന്ന സമയത്തെ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുന്നുണ്ട് എന്ന് ഉറപ്പാക്കുന്നത് യാഥാർത്ഥ്യമാണ് എന്ന് സെലൻസ്കി പറഞ്ഞു. യുദ്ധം അവസാനിപ്പിക്കാൻ യഥാർത്ഥ നടപടികൾ സ്വീകരിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. എന്നാൽ ഈ വർഷം റഷ്യൻ തലസ്ഥാനത്ത് നടക്കുന്ന പരേഡ് ഏകദേശം 2 ഉപകരണങ്ങൾക്ക് ശേഷം ആദ്യമായി ടാങ്കുകൾ, മിസൈലുകൾ, മറ്റ് സൈനിക ഉപകരണങ്ങൾ എന്നിവ ഇല്ലാതെയാക്കും. സുരക്ഷാ കാരണങ്ങളാൽ രാജ്യത്തുടനീളം മറ്റിടങ്ങളിൽ നടക്കുന്ന ചില ചെറിയ പരേഡുകളും ഒഴിവാക്കുകയോ റദ്ദാക്കുകയോ ചെയ്തിട്ടുണ്ട്. 25 വർഷത്തിലേറെയായി റഷ്യ ഭരിക്കുന്ന റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വിജയദിനത്തെ തന്റെ ഭരണകാലത്തെ ഒരു പ്രധാന സ്തംഭനമാക്കി മാറ്റുകയും യുക്രൈനിലെ യുദ്ധത്തെ ന്യായീകരിക്കാൻ അത് ഉപയോഗിക്കുകയും ചെയ്തു. എന്തായാലും റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ പുടിൻ ഒരുങ്ങുന്നു എന്ന വാർത്തകളും പുറത്തുവരുന്നുണ്ട്. വരും ദിവസങ്ങളിൽ മോസ്കോയിലും സെന്റ് പീറ്റേഴ്സ്ബർഗിലും മൊബൈൽ ഫോൺ, ഇന്റർനെറ്റ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമെന്ന് രാജ്യത്തെ മൊബൈൽ ഫോൺ ഓപ്പറേറ്റർമാർ ഉപഭോക്താക്കൾക്ക് മുന്നറിയിപ്പ് നൽകാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് റഷ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇറാൻ യുദ്ധം വേഗത്തിൽ അവസാനിക്കുമെന്ന പ്രതീക്ഷയും റഷ്യൻ പ്രസിഡന്റ് പ്രകടിപ്പിക്കുകയും ചൈനയുമായി ഒരു സുപ്രധാന കരാറിനെക്കുറിച്ച് സൂചന നൽകുകയും ചെയ്തു. റഷ്യയും ചൈനയും ഒരു സുപ്രധാന വാതക എണ്ണ കരാറിന് വളരെ അടുത്താണെന്നും പുടിൻ പ്രസ്താവിച്ചു. റഷ്യയും യുക്രൈനും തമ്മിലുള്ള 3 ദിവസത്തെ വെടിനിർത്തലിന് US പ്രസിഡന്റ് ട്രംപ് നന്ദിയും പറഞ്ഞു. വെടിനിർത്തലിനുള്ള തന്റെ അഭ്യർത്ഥന അംഗീകരിച്ചതിന് റഷ്യൻ പ്രസിഡന്റ് പുടിനെയും യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയെയും ട്രംപ് പ്രശംസിച്ചു. 1000 യുദ്ധ തടവുകാരെ പരസ്പരം കൈമാറാൻ ഇരു രാജ്യങ്ങളും സമ്മതിച്ചതായും അദ്ദേഹം പറഞ്ഞു. ഞായറാഴ്ച റഷ്യയിലുടനീളം യുക്രൈൻ ഡ്രോൺ ആക്രമണമുണ്ടായി. ബാൾട്ടിക് കടൽ തുറമുഖമായ പ്രിമോർസ്കിൽ ആക്രമണം നടത്തുകയും തീയിടുകയും ചെയ്തു. ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങൾക്കും മറ്റ് ലക്ഷ്യങ്ങൾക്കും നേരെയുള്ള ആക്രമണങ്ങൾ ശക്തമാകുന്നതിനിടെ നിരവധി കപ്പലുകൾ ആക്രമിച്ചു. ആക്രമണത്തിൽ എണ്ണ ടെർമിനൽ തുറമുഖത്തിന് കാര്യമായ നാശനഷ്ടമുണ്ടായതായി യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കി പറഞ്ഞു. ബാൾട്ടിക് കടലിൽ ഒരു എണ്ണ ടാങ്കർ, ഒരു ചെറിയ റഷ്യൻ കാരാക്കുർട്ടി ക്ലാസ് മിസൈൽ കപ്പൽ, ഒരു പെട്രോളിക് ബോട്ട് എന്നിവയും അവർ ഇടിച്ചു തെറിപ്പിച്ചതായി അദ്ദേഹം പറഞ്ഞു. അത്തരത്തിലുള്ള ഓരോ ഫലവും റഷ്യയുടെ യുദ്ധസാധ്യതയെ കൂടുതൽ പരിമിതപ്പെടുത്തുന്നുവെന്നും അദ്ദേഹം എഴുതി. തുറമുഖത്തിന്റെ ആതിഥേയത്വം വഹിക്കുന്ന വടക്കു പടിഞ്ഞാറൻ മേഖലയാണത്. ഒറ്റരാത്രി കൊണ്ട് 60ലധികം ഡ്രോണുകൾ അവിടെ വെടിവെച്ചിട്ടു. ഒരു പ്രധാന എണ്ണ കയറ്റുമതി ഔട്ട്ലെറ്റായ പ്രീമോർസ്കിലെ തീപിടുത്തം പെട്ടെന്ന് അണച്ചതായും ആക്രമണത്തെ തുടർന്ന് എണ്ണ ചോർച്ച ഉണ്ടായതായും വെളിപ്പെടുത്തലുകളുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.